എല്ലാവർക്കും 333 മാജിക് വേർഡ്സ് മലയാളം ടാറോ ട്രേഡിംഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് നിങ്ങളുടെ സോൾമേറ്റിനെ നിങ്ങൾ എപ്പോഴാണ് കണ്ടുമുട്ടുക എന്നുള്ളൊരു കാര്യമാണ്. 2 ചിത്രങ്ങളാണ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. ആദ്യത്തേത് ഓട്ടം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പിക്ചറാണ്. രണ്ടാമത്തേത് വിൻ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പിക്ചറാണ്. ഇതിൽ നിങ്ങൾക്ക് കൂടുതൽ അട്രാക്ഷൻ തോന്നുന്ന ഒരു ചിത്രം തിരഞ്ഞെടുക്കാവുന്നതാണ്. തിരഞ്ഞെടുക്കാത്ത വ്യക്തികളുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്തതിന് ശേഷം തിരഞ്ഞെടുക്കാം. ആദ്യത്തെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികൾക്ക് എപ്പോഴാണ് നിങ്ങളുടെ സോൾമേറ്റിനെ കണ്ടുമുട്ടുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഹാർവെസ്റ്റിംഗ്. When will you meet your soulmate? Home. Have faith. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സോൾമേറ്റിനെ നിങ്ങൾ കണ്ടുമുട്ടുന്നത് ഒരു ചർച്ചിൻ്റെ അടുത്തോ അതല്ലെങ്കിൽ ഒരു അമ്പലത്തിൻ്റെ അടുത്തോ വെച്ചാവാനുള്ള സാഹചര്യം കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടുകാരുടെ സാന്നിധ്യം അവിടെ ഉണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന്, അതായത് നിങ്ങൾ ഒരു കല്യാണത്തിന് പോകുമ്പോഴോ നിങ്ങളുടെ വീട്ടുകാരുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ സാന്നിധ്യം ആ ഒരു സമയത്ത് നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യമാണ് കാണുന്നത്. ഒരു സ്പിരിച്വൽ വേ പോലെ, അല്ലെങ്കിൽ നമ്മളുടെ മതാചാരം അല്ലെങ്കിൽ നമ്മളുടെ ഫാമിലിയുടെ സപ്പോർട്ടോടു കൂടിയുള്ള ഒരു ബന്ധമായിരിക്കും നിങ്ങളുടെ സോൾമേറ്റ് എന്നാണ് കാണിക്കുന്നത്. 2 എന്ന് പറയുന്ന കാർഡ് നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ സോൾമേറ്റിനെ നിങ്ങളിലേക്ക് എത്തിക്കും എന്നാണ് കാണിക്കുന്നത്. ഫാമിലിയുടെ സപ്പോർട്ട് നിങ്ങളുടെ സോൾമേറ്റ് കണക്ഷനിൽ ഉണ്ടാകുമെന്നും കാണുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാം ഏതൊക്കെ സൈൻസ് ആയിരിക്കും നിങ്ങൾ സോൾമേറ്റിനെ കാണുമ്പോൾ കൂടുതലായിട്ട് അറിയാം. മിറാക്കിൾസ്. ഈ പറഞ്ഞ പോലെ നിങ്ങൾ ആ വ്യക്തിയെ കാണുമ്പോൾ ഒരുപക്ഷെ റെയിൻബോന്റെ സാന്നിധ്യം നിങ്ങൾക്ക് കാണാൻ പറ്റും. അതല്ലെങ്കിൽ ഒരുപാട് കളറുകളുള്ള ഡ്രസ്സ്, മൾട്ടി കളേഴ്സ് നിങ്ങൾക്ക് ഒരേ സമയം കാണാൻ പറ്റുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് നിങ്ങളെ സോൾമേറ്റിനെ കാണുമ്പോൾ. ബ്ലെസ്സിങ്സ്, ബേർഡ്സിന്റെ സാന്നിധ്യം കാണുന്നുണ്ട്. എസ്പെഷ്യലി പിങ്ക് കളർ ഫ്ലവേഴ്സ്, അതുപോലെ തന്നെ യെല്ലോ ബേർഡ്സ്. ഓൾസോ ബേർഡ്സ് ഒരു സൈനാണ്. പക്ഷികളുടെ സാന്നിധ്യം നിങ്ങളുടെ സോൾമേറ്റിനെ കാണുമ്പോൾ ഉണ്ടാകുമെന്നാണ് കാണുന്നത്. ഗേറ്റ് വേ, പ്യൂരിറ്റി. നിങ്ങൾ അതിനു മുമ്പ് നല്ല രീതിയിൽ വാട്ടർ കൺസ്യൂം ചെയ്യുന്ന ഒരു ശീലം ഉണ്ടാവും. അതുപോലെ തന്നെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ ആ വ്യക്തിയെ കാണാനുള്ള സാഹചര്യമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന സോൾമേറ്റ് ആയിരിക്കും നിങ്ങൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കാണാട്ടോ. നമുക്കിപ്പോൾ അറിയാം സോൾമേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ പോസിറ്റീവ് സോൾ ആണെന്നുണ്ടെങ്കിൽ, പോസിറ്റീവ് സൈൻ സോൾ ആണെന്നുണ്ടെങ്കിൽ, നെഗറ്റീവ് സൈൻ സോൾ ഉള്ളതൊക്കെ നിങ്ങളുടെ സോൾമേറ്റ് കണക്ഷനിൽ വരുന്നതാണ്. ആ ഒരു പരിധിയിൽ അട്രാക്റ്റ് ആവുന്നതാണ്. പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ അട്രാക്റ്റഡ് ആവുന്ന വ്യക്തിയായിരിക്കും നിങ്ങളുടെ ജീവിത പങ്കാളി, അല്ലെങ്കിൽ നിങ്ങളുടെ സോൾ കണക്ഷൻ കൂടുതലുള്ള ആ ഒരു വ്യക്തിയായിട്ട് മാറാം. അപ്പോൾ ഈ ഒരു എനർജി കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്കുള്ള കണക്ഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്കുള്ള വരവിനെ സൂചിപ്പിക്കുന്ന, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ആ ഒരു സോൾമേറ്റിനെ കാണുമ്പോഴുള്ള സൈൻസ് ആണ് ഞാൻ ഈ പറഞ്ഞത്. ഇപ്പോൾ എല്ലാവരുടെയും ചിലപ്പോൾ നെക്സ്റ്റ് കാർഡിൻ്റെ റീഡിങ്ങിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന സോൾമേറ്റിനെ ആയിരിക്കണം എന്നില്ല. ഇവിടെ ഇപ്പോൾ നമ്മൾ ഹോം എന്ന് പറയുന്ന സൈൻ, അതുപോലെ തന്നെ നമ്മളുടെ മതാചാരങ്ങൾക്കുള്ള പ്രാധാന്യം അവിടെ കാണുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും കാണിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന ആ ഒരു സോൾമേറ്റിനെയാണ് ഇവിടെ പ്രസ്താവന ചെയ്തിരിക്കുന്നത്. അല്ലാതെ കുറച്ച് മാച്ചുള്ള സോൾമേറ്റിനെ അല്ല. ഇത്തരം സാഹചര്യങ്ങൾ കുറച്ച് പേർക്കെങ്കിലും ആ സമയത്ത് ആ വ്യക്തിയെ ആദ്യമായി കാണുന്ന സമയത്ത് ഈ ഹോഴ്സിൻ്റെ, കുതിരകളുടെ സാന്നിധ്യവും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ചിത്രങ്ങളോ അല്ലെങ്കിൽ റിയലായിട്ടുള്ള ഏതെങ്കിലും കുതിരകളെയൊക്കെ കാണാനുള്ള സാഹചര്യം ഇവിടെ കാണുന്നുണ്ട്. ഇത്രയും സയൻസ് ആണ് കാണുന്നത്. അതുപോലെ തന്നെ യെല്ലോ കളറിലുള്ള ഇലകൾ ഒരുപാട് പൊഴിഞ്ഞു കിടക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ ഒരു മരത്തിന് ചുവട്ടിൽ ഒരുപാട് ഇലകൾ പൊഴിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാം. ഫ്രൂട്ട്സ് ഉണ്ടായി നിൽക്കുന്ന, അതായത് പഴുത്ത ഭാഗമായി നിൽക്കുന്ന പഴങ്ങളൊക്കെ ഉണ്ടായി നിൽക്കുന്ന ഒരു സമയവുമാവാം നിങ്ങൾ ഈ വ്യക്തിയെ കണ്ടുമുട്ടുമ്പോൾ എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്സപ്പിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. ടേക്ക് കെയർ, ബൈ.
രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ ലൈഫിൽ സോൾമേറ്റിനെ നിങ്ങൾ എങ്ങനെയായിരിക്കും കാണുക, എന്തൊക്കെ സയൻസ് ആയിരിക്കും ആ സമയത്ത് നിങ്ങൾക്ക് പ്രകൃതി തരാ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ഒരു റീബർത്ത് സിറ്റുവേഷൻ കാണുന്നുണ്ട്, വിന്റർ ടൈമിനെ കാണിക്കുന്നുണ്ട്. റീബർത്ത് മേ ബി ആ ഒരു സോൾമേറ്റ് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്ന് വരുന്ന ഒരു വ്യക്തി കൂടി ആവാനുള്ള സാഹചര്യം കാണുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. Sexuality, double 3, okay. Alchemy and help from above ആണ് കാണിക്കുന്നത്. ഈ 27-26 ഏജ് ഒക്കെ പ്രാധാന്യം കാണുന്നുണ്ട്. 26, 27, 25, 33 ഏജ് ഒക്കെ ഒരു പക്ഷെ നിങ്ങൾ ആ സമയത്തൊക്കെ ആയിരിക്കാം നിങ്ങളുടെ സോൾമേറ്റിനെ കാണാം. അല്ലാത്ത സമയത്തും കാണാം കേട്ടോ, ഞാനത് കണ്ടത് പറഞ്ഞതേ ഉള്ളൂ. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയായിട്ട് ഹെൽത്തി സെക്ഷുവാലിറ്റി ഉണ്ടായിരിക്കും. നിങ്ങൾ ഈ സോൾമേറ്റുമായിട്ട് ഒരു നല്ല സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും എന്നാണ് കാണുന്നത്. വല്ലാത്തൊരു സെക്ഷൽ ഫീലിങ്സ് ആയിരിക്കും ആ പേഴ്സണുമായിട്ട്. ഫിസിക്കലായിട്ട് ഭയങ്കര അട്രാക്ഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ ഈ സോൾമേറ്റ് നിങ്ങളുടെ മേലെ ആധിപത്യം സ്ഥാപിക്കുന്ന തരത്തിലുള്ള എനർജി കാണുന്നുണ്ട്. ഓക്കെ, മെയിൽ ആയിക്കോട്ടെ ഫീമെയിൽ ആയിക്കോട്ടെ, നിങ്ങളെ കൺട്രോൾ ചെയ്യുക, നിങ്ങളെ നിയന്ത്രിക്കുക, നിങ്ങളുടെ മേൽ ഒരു ആൽക്കമി പോലെ, അതായത് എന്താ വല്ലാത്തൊരു നിങ്ങളെ എങ്ങനെ ശരിയായ വഴിയിൽ നയിക്കാം എന്നുള്ളൊരു കൺട്രോളിങ് മനോഭാവമുള്ള തരത്തിലുള്ളൊരു എനർജി ആയിരിക്കും ഈ ഒരു സോൾമേറ്റിന് ഉണ്ടാവാം. അതായത് ആ വ്യക്തിക്ക് നിങ്ങളെ കറക്റ്റായിട്ടുള്ള ഡയറക്ഷനിൽ നയിക്കാൻ പറ്റുള്ളൂ. വേറെ ആര് വിചാരിച്ചാലും നിങ്ങളെ നല്ലൊരു പാതയിലേക്ക് എത്തിക്കാൻ പറ്റില്ല. അപ്പോൾ ആ വ്യക്തിക്ക് എപ്പോഴും നിങ്ങളുടെ മേലൊരു ആധിപത്യ സ്വഭാവം ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഫുൾഫിൽമെന്റ്, പ്യൂരിഫിക്കേഷൻസ്. ഓക്കെ, ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾഫിൽമെൻറ്റ്, ഈ പറഞ്ഞ പോലെ മൂണിൻ്റെ സാന്നിധ്യം ഒരുപക്ഷെ നിങ്ങൾ കൂടുതൽ സംസാരിക്കുന്നത് രാത്രി സമയങ്ങളിലായിരിക്കാം. അതുപോലെ ഫ്രൂട്ട്സ്, ഈ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെൻ്റ് ആയിരിക്കും നിങ്ങളുടെ ഈ ഒരു സോൾമേറ്റ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾക്കത് വല്ലാത്തൊരു അട്രാക്ഷൻ ആയിരിക്കും ഈ പേഴ്സണോട്. ആ പേഴ്സണ് നിങ്ങളോടുള്ളതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ആ പേഴ്സണോട് വല്ലാത്ത അട്രാക്ഷൻ ആയിരിക്കും. നിങ്ങൾ ചെറുപ്പത്തിലൊക്കെ വിചാരിച്ച, ചിലപ്പോൾ ചെറിയ സമയത്തൊക്കെ എനിക്ക് അങ്ങനത്തെ ഒരു പെണ്ണ് വേണം, അല്ലെങ്കിൽ എനിക്ക് അങ്ങനത്തെ ഒരു ചെക്കൻ വേണമെന്ന് വിചാരിച്ച അതുപോലത്തെ ഒരു വ്യക്തിയായിരിക്കും ഈ പേഴ്സൺ എന്നാണ് കാണിക്കുന്നത്. വല്ലാത്തൊരു അട്രാക്ഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പ്യൂരിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിനെ എങ്ങനെ ടോക്സിൻ ഇല്ലാതാക്കാം, നിങ്ങളുടെ ലൈഫിനെ എങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുപോവുക എന്നുള്ളൊരു രീതിയിലായിരിക്കും ഈ ഒരു സൺ എനർജി, ലിയോ എനർജി പോലെ ആയിരിക്കും ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരിക എന്നാണ് കാണുന്നത്. ഏരിയസ്, ലിയോ, സാജിറ്റേറിയസ് എനർജിക്ക് ഒരു പ്രാധാന്യം കൂടുതൽ ഞാനിവിടെ കാണുന്നുണ്ട്. ആൻഡ് വോണ്ടേഴ്സ്, കുറച്ച് ഇൻഡ്യൂട്ടീവ് ആയിട്ടുള്ള, കുറച്ച് സ്പിരിച്വാലിറ്റിയെ വിശ്വസിക്കുന്ന തരത്തിലുള്ള ഒരു വ്യക്തിയായിരിക്കും എന്നാണ് കാണുന്നത്. ആൻഡ് ഓൾസോ മേ ബി ഒരു ചെറിയ രീതിയിൽ ഗാർഡനിങ് ഒക്കെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കും. നിങ്ങൾ ഈ വ്യക്തിയെ കാണുമ്പോൾ ഫ്ലവേഴ്സിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും. അതായത് ഒരുപാട് ഫ്ലവേഴ്സ് ഉള്ള വീട്ടിലുള്ള ഒരാളോ, അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയെ ആദ്യമായിട്ട് കാണുമ്പോൾ ഒരുപാട് ഫ്ലവേഴ്സിൻ്റെ സാന്നിധ്യം ഇവിടെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ബട്ടർഫ്ലൈസിൻ്റെ സാന്നിധ്യം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, മദറിനോട് വല്ലാത്ത താല്പര്യമുള്ള ഒരു വ്യക്തിയായിരിക്കും നിങ്ങളുടെ സോൾമേറ്റ്. ആൻഡ് ഓൾസോ ആ പേഴ്സൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ വ്യക്തി ഒരു മാവിൻ്റെ പരിസരത്തോ അതുപോലെ ഫ്രൂട്ട്സിൻ്റെ അടുത്തൊക്കെ വെച്ചായിരിക്കാം ഈ പേഴ്സണെ കാണുക. അതുപോലെ തന്നെ ബേർഡ്സിൻ്റെ സൗണ്ട് നിങ്ങൾ ഈ പേഴ്സൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ കൂടെ കൂടെ കേൾക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ലൈക്ക് ആൽക്കമി പോലെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഘടകമുണ്ട്. എനിക്ക് കൂടുതലും 25+ ഈ പേഴ്സണെ കണ്ടുമുട്ടാനുള്ള ചാൻസ് കാണിക്കുന്നത്. ബട്ടർഫ്ലൈസ്, കമ്മ്യൂണിറ്റി. ഓക്കെ, ബട്ടർഫ്ലൈസ്, കൂട്ടത്തോടെ ബട്ടർഫ്ലൈസിനെ കാണാം, പൂക്കൾ കാണാം. ഇതൊക്കെ ഇതിൻ്റെ സയൻസ് ആണ്. കുറച്ച് പ്രകൃതിയോട്, നിങ്ങളുടെ സ്ഥലത്തേക്കാളും കുറച്ചും കൂടി പ്രകൃതിയോട് ഇണങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലമായിരിക്കും ആ പേഴ്സൻ്റെ സ്ഥലം എന്നാണ് കാണുന്നത്. പൊക്കമുള്ള പ്രദേശത്തായിരിക്കാം ആ വ്യക്തി ഉള്ളത്. ഓക്കെ, അങ്ങനെയൊക്കെയാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഈ സയൻസ് ഒക്കെയാണ് കാണിക്കുന്നത്. റീബർത്ത്, നിങ്ങൾക്ക് വല്ലാത്ത സ്പാർക്ക് ആയിരിക്കും ഈ പേഴ്സണെ കാണുമ്പോൾ. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ഒക്കെ ഫീൽ ചെയ്യും. ബിക്കോസ് ദ പാസ്റ്റ് ലൈഫ് എനർജി ഇങ്ങോട്ട് നിങ്ങളെ കണക്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. മേ ബി എന്തെങ്കിലും കർമ്മ ഉണ്ടാവാം ഈ പേഴ്സണോട് കൂടുതൽ അഡിക്ഷൻ നിങ്ങൾക്ക് തോന്നുന്ന തരത്തിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ടിൻ ഫ്ലെയിം എന്ന് ഞാൻ എല്ലാവരും മോഹിപ്പിക്കുന്നൊന്നുമില്ല,
ബട്ട് പാസ്റ്റ് ലൈഫിൽ നിന്നുള്ളൊരു പേഴ്സൺ ആയിരിക്കും നിങ്ങളുടെ ഈ ജന്മത്തിലെ സോൾ കണക്ഷനായിട്ട് വരുന്നതെന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്സപ്പിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ടേക്ക് കെയർ, ബൈ.